for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. ഹലോ ഗൈസ്, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ തമ്മിൽ കണ്ട മാതിരി ഞങ്ങൾ ഫ്ലവർ ഷോയിലാണ് വന്നേക്കുന്നത്. മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ നടക്കുന്ന ഫ്ലവർ ഷോ. സോ ഐ തിങ്ക് 5th വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് തോന്നുന്നു. 16 അവർ എല്ലാ ചെടികളും വിൽക്കുന്നതായിട്ട് പോസ്റ്ററൊക്കെ കണ്ടിരുന്നു. സോ ഞങ്ങൾ വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ഫ്ലവർ ഷോ കയറിയത്. ഞങ്ങൾ എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ ഫ്ലവർ ഷോ കാണാൻ പോവാറുണ്ട്. സോ ഇപ്രാവശ്യം ഫ്ലവർ ഷോ നമ്മൾ കയറിയപ്പോഴേ നമുക്ക് സൈഡിൽ കുറേ കളർഫുള്ളായിട്ടുള്ള ചെടികൾ, അതിൻ്റെ മാരിഗോൾഡ് അങ്ങനത്തെ കുറേ ചെടികളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പോണ്ടും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് അവർ നന്നായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടും അതിൽ കുറച്ച് വാട്ടർ ഫൗണ്ടെയിനൊക്കെ ചെയ്തത് നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ സൈഡിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അവർ വെച്ചിട്ട് ഒരു നല്ലൊരു പ്രകൃതി രമണീയത അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേ നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കാണാം. ഇതിൻ്റെ പേര് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് നമുക്ക് ഈ കാക്ടസിൻ്റെ കുറേ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇനൂനും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ വേറെന്തോ പേരാണ് അവരിതവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിൽ കാക്ടസിൻ്റെ നല്ല പിഗ് ആയിട്ടുള്ള രണ്ടെണ്ണം നല്ല രസമുണ്ടായിരുന്നു. അത് അവർ ആ മണ്ണിൽ ഇറക്കി വെച്ചേക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് ഇവരിങ്ങനെ കുറച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ളൊരു സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും ഈ ഡാലിയ, സീനിയ അങ്ങനത്തെ കുറച്ച് പൂക്കളാണ് കൂടുതലും കണ്ടത്. പിന്നെ കുറച്ച് കളർഫുൾ ലീവ്സ് ഒക്കെ വരുന്ന കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ. ചിലതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ഇതെന്തോ സാൽവിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെടികളാണ്. അത് ഇടയിലുള്ളൊരു ചെടിയാണ്. പിന്നെ ഇപ്പുറത്തുള്ളത് മാരിഗോൾഡ് ആണ്. ഇതെന്തോ നമ്മുടെ റിബൺ പ്ലാന്റിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സംഭവമാണ് കേട്ടോ. എന്തോ ബ്രൊമേലിയാഡ് എന്നൊക്കെ എന്തോ ആണ് എഴുതിയേക്കുന്നത്. ഇത് കാണാൻ നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ മാരിഗോൾഡ് എപ്പോഴും നമുക്കിഷ്ടപ്പെട്ട മാരിഗോൾഡിൻ്റെ ഒരു ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു കാഴ്ചയായിരുന്നു. പിന്നെ ആന്തൂറിയത്തിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പോണ്ടിൻ്റെ സൈഡിലായിട്ട് അവർ കുറച്ച് ഈ ഞാൻ കണ്ടത് ബട്ടൺ റോസ് പോലത്തെ ബട്ടൻ്റെ സൈസിലുള്ള ആന്തൂറിയംസ് കുറേ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മോറോർലെസ് അവരവിടെ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ടെറിട്ടേറിയംസ് ഉണ്ടായിരുന്നു. അവരതിൻ്റെ പ്രൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏത് പ്രൈസിനാണ് അവർ ട്യൂസ്ഡേ വെക്കാൻ പോകുന്നത് എന്ന രീതിയിൽ. എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ചിലതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. ചിലത് എനിക്ക് ലോ കോസ്റ്റ് ഞാനതിൽ കണ്ടതൊരു 500ൻ്റെ ഒരു ചെറിയ കപ്പിൻ്റെ സൈസിലുള്ള ഒരെണ്ണമാണ്. പിന്നെ പലതും ഇങ്ങനെ അവർ നന്നായിട്ട് ഓരോരോ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഒക്കെ അതിൽ വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ അവരിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടെറിട്ടേറിയം അക്വേറിയംസ് കണ്ടിരുന്നു. ചെറിയ മീനുകൾ അതിലിട്ടിട്ട് അവർ പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ട്. ഇതാണ് അവർ കോണ്ടാക്ട് നമ്പർ. കുഴപ്പമില്ലായിരുന്നു ടെറിട്ടേറിയംസ് ഒക്കെ. അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അത് നന്നായിട്ട് അവരോടൊക്കെ സംസാരിച്ച് എന്തൊക്കെയാണെന്ന് ചെയ്യാനുള്ളതൊക്കെ ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈനും അച്ഛനും കൂടി അങ്ങനെ നടന്നു. ഈനുവിന് പൊതുവേ ഫ്ലവേഴ്സൊന്നും ഇഷ്ടമല്ല. അവർ ഫ്ലവർ ഒന്ന് എവിടെയെങ്കിലും കണ്ടാൽ അതിന് അമ്മ ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമല്ല പൊതുവേ. എന്നാലും അവനും എൻജോയ് ചെയ്തു. പിന്നെ ഈ ഒരു പോർഷൻ എനിക്ക് കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാര്യം പല ആയുർവേദ പ്ലാന്റ്സിൻ്റെ ഒക്കെ നെയിംസും അതിൻ്റെ എന്താണ് അതിൻ്റെ ഉപകാരം, പിന്നെ കണ്ടോ ശിരോരോഗത്തിന്, പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പല വെറൈറ്റീസ് ആയിട്ടുള്ള ആയുർവേദ മെഡിസിൻസിൻ്റെ പ്ലാന്റ്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ വേരാണോ പൂവാണോ അതിൻ്റെ ഇലയാണോ അതിൻ്റെ ഔഷധം എന്നുള്ള രീതിയിൽ. പണിമുത്ത് പ്രമേഹത്തിന് നല്ലത്. പിന്നെ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള പൂക്കളും അതിൻ്റെ ചെടികളൊക്കെ അവർ കാണിച്ചു. ചന്ദ്രമുഖി രുദ്രാക്ഷം എനിക്കൊരു എക്സൈറ്റിംഗ് ആയിരുന്നു. ചന്ദ്രമുഖി രുദ്രാക്ഷം. പിന്നെ മന്ദാരം, അത് മോസ്റ്റ്ലി എല്ലാ വീടുകളിലും കാണാറുണ്ടല്ലോ മന്ദാരം. ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. കർപ്പൂരം, അതിൻ്റെ മണമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കർപ്പൂരത്തിൻ്റെ ഒരു ചെടി അവർ അവിടെ ഉണ്ടായിരുന്നു. കൂവളം, നമ്മുടെ മഹാദേവന് ഇഷ്ടമുള്ള കൂവളം. മഹാവില്യം, ഇത് അൾസിമേഴ്സ് രോഗത്തിന് ബെസ്റ്റാണെന്നാണ് പറയുന്നത്. മഹാവില്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടി. അങ്ങനെ കുറച്ച് നല്ല ആയുർവേദിക് പ്ലാന്റ്സുകൾ നമുക്ക് കാണാൻ പറ്റി. കരിമരം, പിന്നെ ഓരോ നക്ഷത്രത്തിൻ്റെ ചെടികളുണ്ടായിരുന്നു. ഇത് തിരുവാതിരയുടെ ചെടിയാണ്. അങ്ങനെ കുറച്ച് നക്ഷത്ര ചെടികൾ എല്ലാത്തിൻ്റെയും ഞാൻ സെർച്ച് ചെയ്തു. എല്ലാ സ്റ്റാർസിൻ്റെയും ഉണ്ടോ എന്ന് നോക്കി. പക്ഷെ എല്ലാത്തിൻ്റെയും ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് സ്റ്റാർസിൻ്റെ അവർ സെലക്ട് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുള,
അങ്ങനെ പേരാല്, മകം, ഈനും മകം നക്ഷത്രമാണ്. അപ്പോൾ പേരാല് മകം നക്ഷത്രത്തിൻ്റെ ചെടിയാണ്. പിന്നെ മുളയുണ്ടായിരുന്നു. പിന്നെ രക്തചന്ദനം, നമുക്ക് മുഖകാന്തിക്ക് നല്ലതാണല്ലോ രക്തചന്ദനം. പിന്നെ അങ്ങനെ കുറച്ച് കണ്ടോ മുള, പുണർദം നക്ഷത്രത്തിൻ്റെ, ഞാൻ പുണർദമാണ്, അതിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഏകനായകം, അതിൻ്റെ വേരാണ് അതിൻ്റെ ഗുണം പ്രമേഹത്തിന്. അങ്ങനെ കൂടുതലും പ്രമേഹം, ഹൃദ്രോഗം, അൾഷിമേഴ്സ് അങ്ങനത്തെ അസുഖങ്ങൾക്ക് ആയുർവേദിക് മെഡിസിൻസ് ആണ് അവർ കൂടുതലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പുറത്ത് വന്നപ്പോൾ കുറേ കളർഫുൾ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നിങ്ങൾക്ക് കാണാം അവിടെ ഒരു സൈക്കിളും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മോറോലെസ് കുറച്ച് കളർഫുള്ളായിരുന്നു. വെറൈറ്റീസ് എനിക്ക് കാണാൻ പറ്റിയില്ല, ചെടികളുടെ വെറൈറ്റീസ് സെയിം തന്നെ അവർ റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ കളേഴ്സ് അവർ കുറച്ച് സെറ്റ് ചെയ്തിട്ടുന്നേ തോന്നിയത്. കണ്ടോ, കളേഴ്സ് അവർ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സൈക്കിളിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ചു നമുക്ക് ഇരുന്ന് നല്ലൊരു റെട്രോ പിക്കൊക്കെ എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അവരതിന് സൈഡിൽ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് അവരത് ക്ലോസ് ചെയ്തു. അതായത് ജസ്റ്റ് ഒരു കാണാൻ വേണ്ടി മാത്രമാണ് അവർ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പുറത്ത് വന്നാലും കുറേ കളർഫുൾ ആയിട്ടുള്ള ചെടികളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഈ ചേച്ചി അവിടെ വീശിക്കൊണ്ടിരിക്കുന്ന ചേച്ചി നല്ല വിസിലൂതലായിരുന്നു. ആ ചേച്ചിക്ക് വിസിലൂതി മടുത്തെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ചില്ലി ചിക്കൻ, നമ്മുടെ പേപ്പറിലൊക്കെ മനോരമയിലൊക്കെ വന്ന ചില്ലി ചിക്കനാണിത്. കംപ്ലീറ്റ് ചില്ലി കൊണ്ടിട്ടാണ് ഇവർ ഈ ചിക്കൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഈ കോഴിയുടെ ഒരു രൂപം ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ സ്റ്റാറിൻ്റെ രീതിയിലൊക്കെ അലങ്കരിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊരു വെറൈറ്റി ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഫ്ലവർ ഷോ കാണാൻ പോകുന്നതെങ്കിൽ മേ ബി സ്ലൈറ്റ്ലി ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും. കാര്യം കൂടുതലും നമ്മൾ കണ്ട ചെടികൾ തന്നെ, ഡാലിയ, സീനിയ, പിന്നെ ആന്തൂറിയം പോലത്തെ ചെടികൾ മാത്രമാണ്. നമ്മൾ കുറച്ച് വെറൈറ്റീസ് കാണാൻ, നമ്മുടെ നാട്ടിലില്ലാത്തതോ അല്ലെങ്കിൽ കുറച്ച് വെറൈറ്റീസ് കാണാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ മേ ബി ഒരു കാശ് നഷ്ടമായിരിക്കാം ഫ്ലവർ ഷോ. ഞങ്ങൾക്കതാണ് തോന്നിയത്. ഞങ്ങൾക്കൊരു ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. കമ്പയർഡ് ടു 2025 2026 ഡിസ്പ്ലേ കുറച്ച് വെറൈറ്റീസ് ആഡ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. പിന്നെ പയ്യെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കാര്യം നമുക്ക് ഒരു എക്സൈറ്റിംഗ് ഒന്നും തോന്നിയില്ല. ഇവിടെ ഇതെനിക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിരുന്നു. കാര്യം എനിക്ക് കുറച്ച് വിത്തുകൾ മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ചേട്ടനോട് കുറച്ച് നേരം സംസാരിച്ച് എനിക്ക് വേണ്ട കുറച്ച് മിക്സ് സീഡ്സ് ഞാൻ വാങ്ങിച്ചു. പൂക്കളുടെ കുറച്ച് സീഡ്സ് ഞാൻ മേടിച്ചു. പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ മോറോലെസ് എനിക്ക് ഉള്ളത് തന്നെ. എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പ്രാന്തുള്ളത് കൊണ്ട് മോറോലെസ് എനിക്ക് ഉള്ളതായതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ നോക്കിയില്ല. പിന്നെ ഡ്രസ്സസും കുറച്ചുണ്ടായിരുന്നു. കാര്യം ലാസ്റ്റ് ആയതുകൊണ്ട് അവർ കുറേ റിഡക്ഷൻ സെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മോറോലെസ് അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫ്ലവർ ഷോ കാണാൻ ഇഷ്ടമുള്ളവർ ഇന്നും കൂടി സമയമുണ്ട്, എല്ലാവരും പോയി കാണാം. ബൈ.